ഹായ് ഓൾ അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേതൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. റൈസ് ഫ്ലോർ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്നൊരു ഈസി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പോളം റൈസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം. ആദ്യം മാവ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പോളം ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ ഞാൻ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. സോൾട്ടഡ് ബട്ടർ ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം ചേർത്ത് ഉപ്പ് സ്കിപ്പ് ചെയ്തിട്ട് സോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുത്താൽ മതിയാകും. ബട്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ ഈ മാവോട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ലോണം കൈ കൊണ്ട് നല്ലോണം മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ ഇതുപോലെ ആവണമെന്ന് വരെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് പാലൊഴിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ പാൽ കാച്ചിയ പാലായാലും പച്ചപ്പാലായാലും കുഴപ്പമില്ല, ഏത് പാലായാലും ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ടേബിൾ സ്പൂൺ കണക്കാക്കിയാണ് ഇതുപോലെ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് എത്ര ടേബിൾ സ്പൂൺ ചേർത്തെന്ന് എനിക്ക് കറക്റ്റ് പരുവം പറയാൻ പറ്റത്തില്ല. കാരണം ഓരോരോ റൈസ് ഫ്ലോറിനും ഓരോരോ ടെക്സ്ചറാണ്. അപ്പോൾ അതനുസരിച്ച് ഇതേ ടെക്സ്ചർ ആകുമ്പോഴത്തേക്ക് പാൽ നിർത്തിയതിന് ശേഷം നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കണം. മാവ് നല്ല സോഫ്റ്റും നല്ല സ്മൂത്തും ആവുന്നത് വരെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആവുന്നത് വരെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കുമ്പോഴും കയ്യിൽ രണ്ടും വെച്ച് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം റോൾസ് ആക്കി എടുക്കാനായിട്ട്. ഇതുപോലെ ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ റൗണ്ടായിട്ട് കിട്ടും. ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ബോൾസാക്കി എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ഒരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും എല്ലാം ബോൾസാക്കി എടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 കപ്പ് റൈസ് ഫ്ലോർ കൊണ്ട് എനിക്ക് ഇത്രയും ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കൂടി എടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനാണ് എടുക്കുന്നത്. നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പോൾ അതിനായിട്ടാണ് നോൺ സ്റ്റിക്ക് പാൻ എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് ഓയിലൊന്ന് നല്ലോണം ചൂടായതിന് ശേഷം വേണം ഇതുപോലെ ഇട്ട് കൊടുക്കാനായിട്ട്. ഇട്ട് കൊടുക്കുമ്പോൾ ഉടനെ തന്നെ സ്പൂൺ കൊണ്ടൊന്നും മിക്സ് ചെയ്യരുത്. ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ തന്നെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഇത് അധികം സമയമൊന്നും വേണ്ടി വരില്ല. ഒന്ന് ഫ്രൈ ആയതിന് ശേഷം വേണമെങ്കിൽ സ്പൂൺ കൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ കുഴപ്പമില്ല. ആദ്യം തന്നെ സ്പൂൺ ഇട്ടാൽ അതിൻ്റെ ഷേപ്പൊക്കെ പോകും. അതുകൊണ്ടാണ് പറയുന്നത്. ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് ഒരുപാട് കൂടുതൽ ക്വാണ്ടിറ്റി ഇട്ട് ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. എല്ലാം ഒരുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര പാനി കാച്ചാം. അതിനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ശർക്കര നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിനി ഒന്ന് അരിച്ചെടുക്കണം. ആദ്യം ഇതിലുള്ള മണ്ണും പൊടിയൊക്കെ പോകാനായിട്ടാണ്. അപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി അതേ പാനിലൊഴിച്ച് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് പരുവമുണ്ട്. അപ്പോൾ അതുവരെയും നല്ലോണം തിളപ്പിച്ചെടുക്കണം. ശർക്കര ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ കറക്റ്റ് പാകത്തിനായോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒഴിച്ചു കൊടുത്തപ്പോഴേ വെള്ളവുമായിട്ട് അങ്ങ് അലിയുന്നുണ്ട്. അപ്പോൾ ഇതല്ല കറക്റ്റ് ടെക്സ്ചർ. അപ്പോൾ ബോളായി വരുന്ന സ്റ്റേജ് ആവണം. അപ്പോൾ അതുവരെ ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ കണ്ടോ പെട്ടെന്ന് അങ്ങ് മെൽറ്റായി പോകുന്നുണ്ട്. അപ്പോൾ ഇതല്ല. അപ്പോൾ ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പാത്രത്തിൽ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ വേറൊരു പാത്രം എടുത്തത്. അപ്പോൾ ഇതിലേക്ക് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് നല്ലോണം ഒന്ന് ബോളാക്കി നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ബോളാക്കി എടുക്കണം. അപ്പോൾ അതിന് പറ്റുന്നുണ്ടെങ്കിൽ കറക്റ്റ് ടെക്സ്ചറാണ്. അപ്പോൾ ഇത് കറക്റ്റ് ടെക്സ്ചറാണ്. ഒരു ബോളാക്കി നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് കറക്റ്റ് പരുവം. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് ഇതേ സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് എല്ലാ ബോൾസും ഇട്ട് കൊടുക്കാം.
ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യമൊക്കെ മിക്സ് ചെയ്യുമ്പോഴേ നല്ല പെട്ടെന്ന് മിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് തണുക്കും തോറും മിക്സ് ചെയ്യാൻ കുറച്ച് ടൈറ്റ് ആകും. അപ്പോൾ എത്രത്തോളം മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും അത്രത്തോളം മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഈ ശർക്കര പാനിയെല്ലാം കറക്റ്റായിട്ട് ഇതിലോട്ട് കോട്ട് ചെയ്ത് വരുന്നത് വരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തണുക്കും തോറും മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷമുള്ളതാണ്. തണുക്കുമ്പോൾ ഇതുപോലെയാണ് ഇരിക്കുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റ് കൂടിയാണ്. പഞ്ചസാരയൊന്നും ചേർക്കാതെ ശർക്കര ചേർത്ത് ചെയ്യുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാവുന്നതാണ്. എന്തായാലും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റവും കൂടി ആയിരിക്കും. എന്തായാലും പറ്റുന്നവരെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഇതുപോലൊരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.